ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. വരോഡ് KPS മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിജയോത്സവം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വരോഡ് KPS മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC +2 VHSE ഉന്നത വിജയികൾക്കുള്ള അനുമോദന ചടങ്ങ് അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തെ ഏറ്റവും മികച്ച ഒരു ജനാധിപത്യ മതനിരപേക്ഷ സമൂഹമാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചതാണ് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ. ആ പൊതുവിദ്യാലയങ്ങൾ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറുന്നത് തീർച്ചയായും ജാതിയുടെയോ മതത്തിൻ്റെയോ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് അഭിപ്രായങ്ങൾ പങ്കുവെക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യമുള്ള ഇടങ്ങളായി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ മാറി എന്നതുകൊണ്ടാണ്. ആ പൊതുവിദ്യാലയങ്ങൾ നമുക്ക് നൽകിയിട്ടുള്ള, നാടിന് നൽകിയിട്ടുള്ള ആ വലിയ സംഭാവന ഒരിക്കലും ഒരു സൗഹൃദം തിരഞ്ഞെടുക്കുമ്പോൾ അഷറഫിന്റെ സുഹൃത്തായിട്ട് ആനന്ദനുണ്ട്, ഇവിടെ റുക്കിയയുടെ സുഹൃത്തായിട്ട് നിഷയുണ്ട്. ഞാൻ പറയുന്നത് ഒരുമിച്ചിരിക്കാനും കൂട്ടുകൂടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഒക്കെ സൗഹൃദം തിരഞ്ഞെടുക്കാനും ഒക്കെ ജാതിയും മതവും വിലങ്ങു തീർക്കുന്ന, വിലക്കുകൾ അണിയിക്കുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മാറി ഞങ്ങൾ മാനവികതയുടെ പക്ഷത്താണ്, ഞങ്ങൾ മനുഷ്യപക്ഷത്താണ്, ഞങ്ങൾ സ്നേഹത്തിന്റെ പക്ഷത്താണ് എന്ന് പറയാൻ കഴിയുന്ന ഇടങ്ങളായി നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാലയങ്ങൾ മാറിയിട്ടുണ്ട്. വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും പ്രേംകുമാർ MLA നിർവഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് ദിവ്യ TS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു. VHSE പ്രിൻസിപ്പൽ രാജേഷ് കുമാർ, PTA വൈസ് പ്രസിഡന്റ് ഉസ്മാൻ കരണങ്കോട്, HS സ്റ്റാഫ് സെക്രട്ടറി രമാശേഖർ, HSS സ്റ്റാഫ് സെക്രട്ടറി നിതിൻ ND തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ഇന്ന് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം ചേർന്നു. ഒരു അജണ്ട മാത്രം പാസാക്കി യോഗം പിരിഞ്ഞു. വിവിധങ്ങളായ അജണ്ടയിന്മേൽ ഇന്ന് ചേർന്ന ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ യോഗ നടപടികൾ ആരംഭിച്ചതും അജണ്ട ചർച്ചയ്ക്കെടുക്കുന്നതിന് മുൻപ് തന്നെ BJP പാർലമെന്ററി പാർട്ടി നേതാവ് ഗംഗാധരൻ നഗരസഭയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുന്നതും മറ്റ് മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കുന്നതും കൗൺസിലർമാർ അറിയുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല, കൗൺസിലറായ ഞങ്ങൾക്കും കൂടി അറിയില്ലേ. നഗരസഭയിലെ രാവിലെ മീറ്റിംഗ് നമ്മൾ രാവിലെ 9-10 മണിക്കൂർ എത്തുന്ന ആളാണ്. ആരെങ്കിലും എന്ന് പറഞ്ഞാലാണ് അവിടെ മീറ്റിംഗ് നടത്തുന്ന കാര്യം ഞങ്ങൾ അറിയുന്നത്. മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി യോഗം ചേർന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ താനും അറിഞ്ഞിട്ടില്ല എന്ന് മായ ടീച്ചർ വ്യക്തമാക്കി. ഞാൻ 11 മണിക്കാണ് മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അത് 10:50 എന്നെ വിളിക്കുന്നത്. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് നടക്കുന്ന കാര്യം. അപ്പോൾ അവർ പറഞ്ഞത് MSc ഗ്രൂപ്പിൽ ഒരു നോട്ടീസ് ഇട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ഗ്രൂപ്പിലിട്ട നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ 10 മിനിറ്റ് കൊണ്ട് എത്തണമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ പങ്കെടുത്തില്ല. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് ചെയർപേഴ്സണും വൈസ് ചെയർമാനും എന്തിനു പറയണം നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു വിശദീകരണം എനിക്കും കൂടി വേണം. കാരണം ഇത് ആരും അറിയാതെ നമ്മുടെ നഗരസഭയിൽ വെച്ചിട്ടൊരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൽ ആരാണ് ഉത്തരവാദി, ആരാണ് അറിയേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. മറ്റുള്ള കൗൺസിലർമാരെ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് ഞാൻ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പങ്കെടുക്കാതിരുന്നത്. എന്നാൽ MEC യോഗം വിളിപ്പിച്ചത് BRC ആണെന്നും BRCയിലെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ വീഴ്ചയാണിതെന്നും നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ രോഗികൾക്ക് പൂപ്പല് പിടിച്ച ചപ്പാത്തി നൽകിയതിൽ ഹോട്ടൽ ജീവനക്കാരോടൊപ്പം നഗരസഭയ്ക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് BJP കൗൺസിലർ സജിത് ആരോപിച്ചു. ഇവിടെ കൈച്ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കൊടുത്തിരുന്ന ആളുകളെ ഒഴിവാക്കിയിട്ട് ഈ പറയുന്ന നഗരസഭ കൊടുക്കുന്നോ ആ ചപ്പാത്തി ഉണ്ടാക്കിക്കൊടുത്ത കമ്പനി അടക്കം അവർക്കടക്കം നടപടി നേരിട്ടുള്ളൂ. അപ്പൊ ഏതോ കമ്പനിയിൽ നിന്ന് എവിടുന്നോ കൊണ്ടുവരുന്ന ചപ്പാത്തി എടുത്തിട്ട് ഇവിടെ പൊട്ടിച്ചിട്ട് അത് പൂപ്പിലുണ്ടോ എന്ന് പോലും നോക്കാതെ അത് കൊടുക്കുന്ന ആൾക്കാര് അത് കൊടുത്ത് അത് അവിടെ സപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവര് പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അതോറിറ്റിക്ക് നോക്കേണ്ട ആവശ്യമില്ല, അത് അവർ കൊണ്ടുവന്ന് കൊടുക്കുന്നതന്നെ ശരി. പക്ഷെ ഒരു ആശുപത്രിയിൽ കൊടുക്കുമ്പോൾ അത് നോക്കണം, കാരണം ഗുണനിലവാരമുള്ള ഭക്ഷണമാണെന്നുള്ള നോക്കേണ്ടത് അവർ ഉത്തരവാദിത്തമാണ്.
അല്ലാതെ ബാക്കി കിട്ടുന്നത് കയ്യിൽ വെച്ചിട്ട് ആണ് ഞങ്ങളത് കഴിക്കാൻ വെക്കുമ്പോൾ അത് പൂക്കളുണ്ട്, ആ നോക്കലല്ല നോക്കേണ്ടത്. എന്നാലും വന്നു സംഭവിച്ചു, എല്ലാവരും കണ്ടു, വളരെ മോശമായി. ഒറ്റപ്പാലം നഗരസഭയിൽ താലൂക്ക് ആശുപത്രിക്ക് ഒറ്റപ്പാലം നഗരസഭ കരാർ കൊടുത്ത ആൾക്കാരാണ്, അത് സർക്കാരായിക്കോട്ടെ ചെയ്തത് വളരെ മോശമായി. അപ്പോ അവർക്കായിട്ട് തക്കതായ നടപടികൾ നമ്മളെ ഇപ്പോഴും നിലവിൽ നഗരസഭ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? കൃത്യമായ എഗ്രിമെന്റ് പോലും ഇല്ലാതെ സുഭിക്ഷയ്ക്ക് കരാർ നൽകിയതിൽ വീഴ്ചയുണ്ടെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രൂപ ഉണ്ണിയും ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇതിനു മുൻപും എഗ്രിമെന്റ് ഇല്ലാതെ തന്നെയാണ് താലൂക്ക് ആശുപത്രിയിലെ ഭക്ഷണ വിതരണം നടന്നിരുന്നതെന്നും സർക്കാർ നിർദ്ദേശപ്രകാരമാണ് ഭക്ഷണ വിതരണത്തിനുള്ള ചുമതല സുഭിക്ഷ ഹോട്ടലിനെ ഏൽപ്പിച്ചതെന്നും നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് വ്യക്തമാക്കി. ഗവൺമെന്റ് ഉത്തരവാദിത്വം, ഗവൺമെന്റിന്റെ പരിപാടികൾ, നഗരസഭയുടെ പ്രവർത്തനങ്ങൾ, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സുഭിക്ഷ ഹോട്ടലോ ന്യായവില ഹോട്ടലുകളിൽ നിന്നോ ഭക്ഷണം കൊടുക്കാവുന്നു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തുമ്പോൾ, പുതിയ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ നിലവിലുള്ള ആളുകളുടെ കാലാവധി വരിക, അവരുടെയും എഗ്രിമെന്റ് വെച്ചിട്ടില്ല. നേരത്തെ കൊടുത്തിരുന്ന ആളുകൾ കൗൺസിൽ എഗ്രിമെന്റ് വെച്ചിട്ടില്ല, CDS തീരുമാനിച്ചിട്ടില്ല. അതേ ഒരു തുടർച്ച സുഭിക്ഷ ഹോട്ടലുണ്ടാകുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടാകുമല്ലോ, നമുക്ക് കുറച്ചുകൂടി ഈ പ്രയാസം ഉണ്ടാവില്ല. കാരണം ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. കുറച്ചുകൂടി ഈ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് നമ്മളൊരു മേൽനോട്ടം കൂടി ഉണ്ടാകും എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് അത് പോരായ്മ വന്നിട്ടുണ്ട്. ആ കണക്കാക്കുന്നതിൽ നമുക്ക് പോരായ്മ ഉണ്ടായിട്ടില്ല. കൃത്യസമയത്ത് കൗൺസിൽ യോഗം ചേരാത്തത് കൊണ്ടാണ് കൗൺസിലർമാർക്ക് ഇത്രയധികം ചോദ്യങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നതെന്ന് BJP കൗൺസിലർ സജിത് പറഞ്ഞു. ആദ്യം ഒരു കാര്യം പറയുന്നത്, ഇത്രയും ചോദ്യങ്ങൾ വരാനുള്ള കാരണം അറിയാം, കൃത്യസമയത്ത് വെക്കാത്ത കൗൺസിലുകൾ, കൃത്യസമയത്ത് കൂടാത്ത മീറ്റിങ്ങുകൾ, എന്തെങ്കിലും ഒരു പേരിട്ടുകൊണ്ട് വിളിക്കുന്ന കക്ഷി നേതാക്കന്മാരെ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ വിളിക്കുന്ന യോഗങ്ങൾ, ഇതിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ കൗൺസിലർമാർക്ക് ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ വന്നതിന് ചോദിക്കേണ്ട അവസ്ഥ വരും. സെക്രട്ടറി ചാർജ് എടുക്കാത്തതിനാലാണ് കൗൺസിൽ യോഗം ചേരാൻ നീണ്ടുപോയതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി വ്യക്തമാക്കി. ഒക്ടോബർ 10 മുൻപ് ഈ വർഷത്തെ വാർഷിക പദ്ധതികൾ നടപ്പിലാക്കാനും പുതിയ വ്യക്തിഗത ഗുണഭോക്താക്കളെ കണ്ടെത്താനുമുള്ള വാർഡ് യോഗം ചേരാമെന്നുള്ള ഒരു അജണ്ട മാത്രം പാസാക്കി ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗം പിരിഞ്ഞു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി 14 വാർഡുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി 14 വാർഡുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ കുനിയമ്പാടം അംഗൻവാടിയിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛതാ ഹി സേവ എന്ന് പറയുന്ന പദ്ധതിയുടെ ഭാഗമായാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. മങ്കര ഗ്രാമപഞ്ചായത്തിലും ഈ പദ്ധതി നല്ല രീതിയിൽ കഴിഞ്ഞ 15-ാം തീയതി മുതൽ ഒക്ടോബർ 2-ാം തീയതി വരെ നടന്നു വരികയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ വൃത്തിയാക്കുക, പരിസരങ്ങളൊക്കെ വൃത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഇങ്ങനൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അപ്പോൾ വീടുകളിൽ നിന്ന് ഇത് ശേഖരിക്കുന്നതിന് വേണ്ടി ഹരിത കർമ്മസേനയുടെ അംഗങ്ങൾ എല്ലാ മാസവും നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഇത് പ്രത്യേക ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് പഞ്ചായത്ത് മെമ്പർ, കുടുംബശ്രീയുടെ CDSന്റെ അംഗങ്ങൾ തുടങ്ങി ആളുകളൊക്കെ, തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ സഹകരണത്തോടു കൂടെ ഇങ്ങനെ എല്ലാ വീടുകളിലും പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെ വരുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തതിൻ്റെ ഭാഗമായാണ് നമ്മളിവിടെ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വാർഡ് സമ്പൂർണ്ണ മാലിന്യ മുക്ത വാർഡായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട, ജില്ലയിൽ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒരു വാർഡ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരമൊക്കെ, നിങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികളുണ്ട്, നിങ്ങളുടെ കൂടി സഹകരണത്തോടു കൂടി വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. കുടുംബശ്രീ CDS നിർമ്മല, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ, കുട്ടികൾ, ഷൗക്കത്ത് അലി, കുഞ്ഞിലക്ഷ്മി, ചന്ദ്രിക, AV രമേശ് തുടങ്ങിയവർ മാലിന്യ ശേഖരണ പരിപാടിക്ക് നേതൃത്വം നൽകി. നേരിടവേള. ചലച്ചിത്രാസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾ നൽകാൻ ലാഡർ സിനിമാസ് ആൻഡ് ഗെയിം സോൺ നൂതന ദൃശ്യശ്രവ്യ മികവോടെ 3 സ്ക്രീനുകൾ, ഡോൾബി ഫുൾ അറ്റ്മോസ് സൗണ്ട്, 3D ഫീച്ചേഴ്സ്, പ്രീമിയം റിക്ലൈനിംഗ് സീറ്റ്സ്, ജില്ലയിൽ ആദ്യമായി ബാർക്കോ SP 4K 25 RGB ലേസർ പ്രൊജക്ടർ, കൂടാതെ ഫുഡ് കോർട്ട്, ഷോപ്പിംഗ് ഏരിയ, ഗെയിം സോൺ. ലാഡർ സിനിമാസ് ആൻഡ് ഗെയിം സോൺ, ലക്കിടി, ഒറ്റപ്പാലം. ഈ ഓണം പൊന്നോണമാക്കാൻ കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു നല്ലോണം സെലിബ്രേഷൻ. ഈ ഓണക്കാലത്ത് പർച്ചേസ് ചെയ്യൂ
ബമ്പർ സമ്മാനമായി നേടൂ മാരുതി സ്വിഫ്റ്റ് കാർ. കൂടാതെ ഓരോ പർച്ചേസിനുമൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ഈ ആഘോഷവേളയിൽ പർച്ചേസ് ചെയ്യൂ. ആഭരണങ്ങൾക്കൊപ്പം സൗഭാഗ്യങ്ങളും സ്വന്തമാകട്ടെ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേഷൻ. ഒറ്റപ്പാലത്തിന് സുവർണ തിളക്കവുമായി അരനൂറ്റാണ്ടിലധികം സേവന പാരമ്പര്യവും അതിനൂതന സ്വർണ്ണാഭരണ ശേഖരവുമായി ശോഭന ജ്വല്ലറി ഒറ്റപ്പാലം. പരിശുദ്ധമായ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ, പുതുമയോടൊപ്പം പാരമ്പര്യവും പ്രൗഢിയും ഒത്തുചേരുന്ന ആഭരണ ശേഖരം. കൂടാതെ ബ്രാൻഡഡ് കളക്ഷൻസിനൊപ്പം അമൂല്യമായ ഡയമണ്ട് ശേഖരവും. ട്രഡീഷണൽ ജ്വല്ലറി കളക്ഷൻസ്, പ്രഷ്യസ് ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ്, സിൽവർ ഓർണമെന്റ്സ് ആൻഡ് വെസൽസ്, ജന്മനക്ഷത്ര കല്ലുകളുടെ അമൂല്യ ശേഖരം. ശോഭന ജ്വല്ലറി ഒറ്റപ്പാലം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. ഐ മുരളീധരൻ മാസ്റ്ററുടെ 25ാം ചരമവാർഷിക ദിനാചരണം കോൺഗ്രസ് എസ് നേതാവ് രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എസ് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായും ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും മുളഞ്ഞൂർ SPM LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ എന്ന നിലയിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ തിളങ്ങി നിന്നിരുന്ന ഐ മുരളീധരൻ മാസ്റ്ററുടെ 25ാം ചരമവാർഷിക ദിനാചരണം മുളഞ്ഞൂർ SPM LP സ്കൂളിൽ വെച്ച് നടന്നു. അനുസ്മരണ യോഗം മുൻ മന്ത്രിയും കോൺഗ്രസ് എസ് സംസ്ഥാന പ്രസിഡന്റുമായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. 4 നൂറ്റാണ്ട് കഴിയുകയാണ് നമ്മുടെ മുരളീധരൻ മാസ്റ്ററുടെ ദേഹവിയോഗത്തിന്. 4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും മുരളീധരൻ മാസ്റ്റർ നമ്മോടൊപ്പം ഇല്ല എന്ന് വിശ്വസിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ഞാൻ ചോദിക്കുന്നത് മുരളീധരൻ മാസ്റ്റർ ചരമവാർഷികത്തോടനുബന്ധമായാണ് ഞങ്ങളെ വിളിച്ചുചേർന്നത്. പക്ഷേ മുരളീധരൻ മാസ്റ്ററെ നേരിട്ട് കാണുന്നതിനെങ്കിലും അദൃശ്യമായ സാന്നിധ്യം, അദൃശ്യമായ ഹൃദയസ്പർശം ഞങ്ങൾക്കെല്ലാം തന്നെ ഒരുപോലെ അനുഭവിക്കുക. അതിന് കാരണം ഞങ്ങളും അദ്ദേഹവും കുടുംബങ്ങളും ഞങ്ങളെല്ലാം തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ ആത്മരാഗമായിട്ടാണ് ഓരോ ചടങ്ങുകളും മാറുന്നത്. എത്രയോ അപകടങ്ങളെ മുഖവരി നൽകിയാലും മതിയാവുകയില്ല. അവരെല്ലാം തന്നെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മുരളീധരൻ മാസ്റ്ററെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് അവരുടെ പ്രഭാഷണങ്ങൾ ആരംഭിച്ചത് എന്നും സത്യം. പറഞ്ഞാൽ ഈ ചടങ്ങിൻ്റെ ഒരുപാട് വൈവിധ്യങ്ങളും ആകർഷകത്വവും മുരളീധരൻ മാസ്റ്ററുമായി ഏറെ ആത്മബന്ധമുള്ളത്. അതുകൊണ്ടാണ് ജനകീയ ആസൂത്രണം എന്ന വിഷയത്തെക്കുറിച്ച് തന്നെ ആധികാരികമായി ഇവിടെ പറയാൻ. കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത പ്രമുഖർ അനുസ്മരണ പ്രഭാഷണം നടത്തി. 4 നൂറ്റാണ്ട് കാലം ഒരാളെ കുറിച്ച് അനുസ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പറയാതെ തന്നെ നമുക്ക് ഏവർക്കും അറിയാം. കഴിഞ്ഞ 25 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ഈ സെപ്റ്റംബർ 26-ാം തീയതിയുള്ള അനുസ്മരണ സമ്മേളനങ്ങളിൽ ഏതാണ്ട് ചില വർഷങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ വർഷങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്കറിയാം ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ വിപുലമായ ഒരു രീതിയിലാണ് ഇന്ന് ഇവിടെ ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഇവിടെ ഈ സമ്മേളനത്തിൽ വെച്ച് തന്നെയാണ് മുരളീധരൻ മാസ്റ്റർക്ക് സ്ഥിരമായ ഒരു അനുസ്മരണ സങ്കേതമുണ്ടാകണം എന്നാഗ്രഹിച്ചുകൊണ്ട് കണ്ണേട്ടൻ അതിന് ഭൂമി സമ്മതം കൊടുക്കുന്നത് എന്ന് നമുക്കറിയാം. മുരളീധരൻ മാസ്റ്ററുടെ ഓർമ്മ
കഴിഞ്ഞ 25 വർഷം നിലനിന്നതുപോലെ ഇനിയും എത്രയോ കാലം നിലനിൽക്കുന്നതിന് ആവശ്യമായ നടപടി കൂടിയാണത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോൺഗ്രസ് എസിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ അല്ലെങ്കിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ഒക്കെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിത്വവും ഒരു നേതാവുമായിരുന്നു ശ്രീ ഐ മുരളീധരൻ മാസ്റ്റർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഈ നിയോജക മണ്ഡലത്തിനും ഈ ജില്ലയ്ക്കും അതുവഴി സംസ്ഥാനത്തിനും കോൺഗ്രസ് എസിനുണ്ടായ നഷ്ടം അപരിഹാര്യമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ചടങ്ങിൽ വെച്ച് ജനകീയാസൂത്രണവും 25ാം വാർഷികവും ഭാവി കേരളവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സെമിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA നിർവഹിച്ചു. ജനറൽ കൺവീനർ K ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജയദേവൻ വിഷയാവതരണം നടത്തി. വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കുമെന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ വാഴയെക്കുറിച്ച് അത്തരമൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടേയില്ല. വേരിൽ കായ്ക്കുന്ന വാഴയെ അധികമെങ്ങും കണ്ടിട്ടുമില്ല. വേരിനോട് ചേർന്ന് കായ്ക്കുന്ന വാഴയെ കാണാൻ അധിക ദൂരമൊന്നും പോകേണ്ടതില്ല. ഇവിടെ കണ്ണിയമ്പുറത്തൊരു വീട്ടിലുണ്ട്. അത്തരം കൗതുകം നിറയ്ക്കുന്ന ഒരു കാഴ്ചയിലേക്ക്. കാഴ്ചകളിൽ കൗതുകം നിറയുന്നത് കണ്ട് ശീലിക്കാത്ത കാഴ്ചകൾ കൺമുന്നിൽ എത്തുമ്പോഴാണ്. അത്തരത്തിൽ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ചയാവുകയാണ് കണ്ണിയമ്പുറം ഇടത്തൊടി കമലമ്മയുടെ വീട്ടിലെ പറമ്പിൽ ഏകദേശം വേരിനോട് ചേർന്ന് കുലച്ച ഈ മൈസൂർ പൂവൻ വാഴ. വേണ്ടി വന്നാൽ ചക്ക വേരിലും കായ്ക്കുമെന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വാഴയെക്കുറിച്ച് അത്തരമൊരു പഴഞ്ചൊല്ല് നമ്മൾ മുൻപെങ്ങും കേട്ടിട്ടേ ഇല്ല, അധികമെങ്ങും കണ്ടിട്ടുമില്ല. സാധാരണയായി വാഴ കുലയ്ക്കുന്ന സമയത്ത് ഏറ്റവും ഉയരത്തിലായതിനാൽ പറിച്ചെടുക്കാൻ തന്നെ ആയാസമാണ്. കുല വെട്ടിയെടുക്കാനായി പലപ്പോഴും ആ വാഴയെ തന്നെ വെട്ടിമുറിച്ച് മാറ്റേണ്ടിയും വരും. എന്നാൽ വേരിനോട് ചേർന്ന് കുലച്ചതിനാൽ പാകമാവുമ്പോൾ വാഴയെ നോവിക്കാതെ തന്നെ കൊല പിഴുതെടുക്കാം എന്നൊരാശ്വാസത്തിലാണ് കമലമ്മ. കുറേ വർഷങ്ങളായിട്ട് പഴക്കമുള്ള വാഴയാണ്. ഇപ്പോഴാണ് കുറേ വാഴകൾ ഇതിൽ മുന്നേയും പറിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്ന വാഴയ്ക്ക് ഇങ്ങനെ ഒരു 2-3 അടി പൊക്കത്തുനിന്ന് ഒരു പോളയുടെ ഉള്ളിൽ നിന്ന് കൊല വന്നിരിക്കുകയാണ്. വാഴ നല്ല ഉയരത്തിൽ നിൽക്കുന്നുണ്ട്. കൊല വന്നത് ഇത്രയും ചോട്ടുന്നാണ്. അതിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല. ഇതുവരെ വന്നിട്ടില്ല ഒന്നും അങ്ങനെ. അപ്പം ഈ വാഴ മാത്രമേ ഇങ്ങനെ വന്നിട്ടുള്ളൂ. അതൊക്കെ മൈസൂർ പൂവന്. അപ്പുറത്തുണ്ട് മാണിലിയ കുന്നൻ, അതിലൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. പിന്നെ നാട്ടുപൂവൻ വന്നിട്ടുണ്ടായിരുന്നു, അതിലും വന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായി നമുക്ക് മുന്നിലെത്തുന്ന കൊച്ചു കൊച്ചു സംഭവങ്ങളായിരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാൾ സന്തോഷം പകരുക. അത്തരത്തിലൊരു അനുഭൂതിക്ക് കൂടിയാണ് ഇവിടം സാക്ഷ്യം വഹിക്കുന്നത്. നാഷണൽ പ്ലാന്റേഷൻ ദിനത്തോടനുബന്ധിച്ച് അംഗൻവാടികളിൽ നടക്കുന്ന പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മങ്കര കുനിയമ്പാടം അംഗൻവാടിയിൽ വെച്ച് നടന്നു. നാഷണൽ പ്ലാന്റേഷൻ ദിനത്തോടനുബന്ധിച്ച് അംഗൻവാടികളിൽ നടക്കുന്ന പരിപാടികളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്തിലെ കുനിയമ്പാടം അംഗൻവാടിയിൽ വെച്ച് മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ കനാലോരങ്ങളിൽ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നതിനും അവ സംരക്ഷിക്കുന്നതിനുമുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, ഇന്ന് പരിസ്ഥിതിയിൽ ഒട്ടനവധി വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലാവസ്ഥ മാറ്റത്തിന് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ മനുഷ്യർ തന്നെയാണ്. പ്രകൃതിയിലുള്ള മരങ്ങളും കുന്നുകളും ഒക്കെ ഇടിച്ച് നശിപ്പിക്കുകയും പുഴയൊക്കെ മലിനമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ മനുഷ്യന് ആവശ്യമായ ഓക്സിജൻ ഉൾപ്പെടെ ഈ മരം നശിപ്പിക്കുന്നതിലൂടെ ഓക്സിജൻ പോലും ലഭ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം നീങ്ങുകയാണ് എന്ന വസ്തുത തിരിച്ചറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇന്ന് അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നാഷണൽ പ്ലാന്റേഷൻ ഡേയോടനുബന്ധിച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മങ്കര ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് തല ഉദ്ഘാടനം കുനിയമ്പാടത്തെ അംഗൻവാടി കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ALMC കമ്മിറ്റി പ്രസിഡന്റുമായ P രാജൻ അധ്യക്ഷത വഹിച്ചു. അംഗൻവാടി ടീച്ചർ ബേബി വിമല, ഷൗക്കത്ത് അലി, KV രാജു, K ആസിയ, നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. തരൂരിൽ കൊയ്ത്തുത്സവം PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. കാർഷിക ഉന്നമന പദ്ധതി സമൃദ്ധിയുമായി ബന്ധപ്പെട്ട് തരൂർ നിയോജക മണ്ഡലത്തിൽ കൊയ്ത്തുയന്ത്രങ്ങളുടെ വാടക ഏകീകരിച്ച് കൊയ്ത്തുത്സവം നടത്തി. കൊയ്ത്തുത്സവം തുമ്പയംകുന്ന് പാടശേഖരത്തിൽ PP സുമോദ് MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് അധ്യക്ഷനായി.
തരൂർ നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തിലെ 164 പാടശേഖരത്തിലെ ഏകദേശം 12,500ഓളം കർഷകർക്ക് പദ്ധതിയിലൂടെ ഗുണം ലഭിക്കുമെന്ന് പദ്ധതി കൺവീനർ റാണി ഉണ്ണിത്താൻ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട്, പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഗിരീഷ്, പെരിങ്ങോട്ടുകുറിശി 14ാം വാർഡ് മെമ്പർ എ പ്രബോഷ്, പെരിങ്ങോട്ടുകുറിശി കൃഷി ഓഫീസർ യു ഉണ്ണിറാം, തുമ്പയംകുന്ന് പാടശേഖര പ്രസിഡന്റ് സി കുട്ടികൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അതിനൂതന ഇന്റീരിയർ പ്രൊഡക്റ്റുകളുടെ ജില്ലയിലെ വിശാലമായ ഷോറൂമുമായി പ്രസ്റ്റീജ് പ്ലൈ സെന്റർ, ഒറ്റപ്പാലം ഈസ്റ്റ് മനുശ്ശേരിയിൽ. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനികളായ ഗ്രീൻ പ്ലേ, വെസ്റ്റേൺ ഇന്ത്യ, വുഡ് പ്ലൈ, വെസ്റ്റ് വുഡ് എന്നീ കമ്പനികളുടെ ജില്ലയിലെ അംഗീകൃത വിതരണത്തോടൊപ്പം കിച്ചൺ ആക്സസറീസുകൾ, ലാമിനേഷൻ ഷീറ്റുകൾ, വിവിധതരം ഡിസൈനുകളോടുകൂടിയ ഗ്ലാസുകൾ, ചിമ്മിനി, ഹോബുകൾ തുടങ്ങിയവയുടെ വൈവിധ്യം നിറഞ്ഞ കളക്ഷനുകളുമായി പ്രസ്റ്റീജ് പ്ലൈ സെന്റർ, ഈസ്റ്റ് മനുശ്ശേരി, ഒറ്റപ്പാലം. ഫ്രിഡ്ജുകളുടെ രാജകീയ ഭാവം ഇനി ഷൊർണൂരിന്റെ സ്വന്തം. കൂടാതെ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ആവശ്യമായ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, TV, ഫാൻ, ഓവൻ, AC, സ്മാർട്ട് ഫോൺ തുടങ്ങിയവയെല്ലാം മലബാർ ഡിജിറ്റലിൽ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ, ബൈപ്പാസ് SNP ജംഗ്ഷൻ, ഷൊർണൂർ. കൂടാതെ ഓണം പ്രമാണിച്ച് നവംബർ 1 വരെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഇന്ന് തന്നെ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ, ബൈപ്പാസ് SNP ജംഗ്ഷൻ, ഷൊർണൂർ. ഫോൺ 9895921890 7907929695. സ്വർണം അമൂല്യമാണ്. ആ മൂല്യം തിരിച്ചറിഞ്ഞവർ വേണം നമ്മുടെ സ്വർണം സംരക്ഷിക്കാൻ. സൂര്യ ഗോൾഡ് ലോൺ. വാർത്തകൾ തുടരുന്നു. ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ പരിശോധന ആരംഭിച്ചു. പാലക്കാട് ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡുകളുടെ കരാർ പ്രകാരമുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി പരിശോധന ആരംഭിച്ചു. തൃത്താല, ഷൊർണൂർ, ഒറ്റപ്പാലം, ആലത്തൂർ, കുഴൽമന്നം, കൊഴിഞ്ഞാമ്പാറ എന്നിവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. തൃത്താല ഭാഗത്ത് നാഷണൽ ഹൈവേ കോഴിക്കോട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ 3 നിയോജക മണ്ഡലങ്ങളിലെ 27ഓളം റോഡുകളാണ് പരിശോധിച്ചത്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD S ഷാനവാസ് IAS, റോഡ് മെയിന്റനൻസ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് ഇഷാഖ്, ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ചന്ദ്രൻ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. കരാർ പ്രകാരമുള്ള റോഡ് പ്രവർത്തികൾ സുഗമമായി നടക്കുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നാളെയും പരിശോധന തുടരും. സന്നദ്ധ പ്രവർത്തകർക്കായുള്ള യുവജന കമ്മീഷൻ ശില്പശാലയ്ക്ക് തുടക്കമായി. സംസ്ഥാന യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാലയ്ക്ക് തുടക്കമായി. അഗളി ക്യാമ്പ് സെന്ററിൽ ഇന്നും നാളെയുമാണ് ശില്പശാല നടക്കുന്നത്. യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ചിന്ത ജെറോം ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുത്ത സന്നദ്ധ പ്രവർത്തകരാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. ജീവിതമാകട്ടെ ലഹരി എന്ന വിഷയത്തിൽ പാലക്കാട് വിമുക്തി മിഷൻ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ്, അട്ടപ്പാടി ഫാക്കൽറ്റി പ്രിവന്റീവ് ഓഫീസർ S രവികുമാർ, ഭരണഘടന നമ്മുടെ അഭിമാനം എന്ന വിഷയത്തിൽ പ്രഭാഷകനായ ഡോക്ടർ രാജ ഹരിപ്രസാദ്, യുവാക്കൾക്കുള്ള സംരംഭക പദ്ധതി വിഷയത്തിൽ അട്ടപ്പാടി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സാജാദ് ബഷീർ എന്നിവർ ക്ലാസുകൾ എടുത്തു. ലഹരിക്കെതിരെ നാടുയരുന്നു എന്ന പേരിൽ ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മയും ദേശീയ അവാർഡ് ജേതാവും ഗായികയുമായ നഞ്ചിയമ്മയ്ക്കൊപ്പം സംവാദവും നടന്നു. യുവജന കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് T മഹേഷ് അധ്യക്ഷനായി. കമ്മീഷൻ അംഗങ്ങളായ പ്രിൻസി കുര്യാക്കോസ്, വി വിനിൽ, റനീഷ് മാത്യു, PA സമദ്, കമ്മീഷൻ സെക്രട്ടറി ഡാർലി ജോസഫ്, അണ്ടർ സെക്രട്ടറി C അജിത് കുമാർ,
സംസ്ഥാന കോർഡിനേറ്റർമാരായ അഡ്വക്കേറ്റ് എം രന്തേഷ്, രാഹുൽ രാജ്, യുവജന ക്ഷേമ ബോർഡ് അംഗം ഷെനിൽ മന്ദിരാട്, അഗളി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് കൈനിക്കര കുമാരപിള്ള ജന്മദിനം. മലയാളത്തിലെ ആദ്യകാല പ്രശസ്ത നാടകൃത്തും സാഹിത്യകാരനുമാണ് കൈനിക്കര കുമാരപിള്ള. 1900 സെപ്റ്റംബർ 27 ചങ്ങനാശ്ശേരിയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. അധ്യാപകനായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. മലയാള നാടക പ്രസ്ഥാനത്തിന് കുമാരപിള്ള നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. കൈനിക്കര സഹോദരന്മാരുടെ നാടക കളരിയിലെ ഒട്ടുമിക്ക വേഷങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നു. സ്വന്തം നാടകാനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് നാടകീയം. മോഹവും മുക്തിയും, അഗ്നിപരീക്ഷ, വേഷങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1988 ഡിസംബർ 9 അദ്ദേഹം അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.